എല്ലാവർക്കും സ്വാഗതം. പ്രവർത്തനം 1. പട്ടം പട്ടം. വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. മക്കളെ, ഇവിടെ ഒരു പട്ടത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഈ പട്ടം കുത്തുകളിലൂടെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? മക്കൾ ചെയ്യേണ്ടത് ഈ കുത്തുകളുടെ പുറത്തുകൂടെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് നിറം നൽകുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകാം കേട്ടോ. എന്നിട്ട് താഴെ കണ്ടോ ഞാൻ ആര് എന്ന് എഴുതിയിരിക്കുന്നത്? അവിടെ ഒരു ബോക്സ് ഉണ്ടല്ലേ, ആ ബോക്സിൽ എന്ത് എഴുതണം മക്കള്? പട്ടം എന്ന് എഴുതണം. നെക്സ്റ്റ്, പ്രവർത്തനം 2. ചെടിയും പട്ടവും. പറയാം, എഴുതാം. മക്കളെ, ഇവിടെ ചെടിയും പട്ടവും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. നോക്കൂ, പട്ടം ചെടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ചെടി പട്ടത്തോട് ചോദിക്കുക, നീ ആരാ? പട്ടം എന്ത് മറുപടി പറയും? നോക്കാം. ഞാൻ പട്ടം. ഞാൻ പട്ടം എന്ന് പട്ടം പറയും അല്ലേ? അടുത്ത ചിത്രം നോക്കിയേ. പട്ടം ചെടിയോട് എന്തോ ചോദിക്കുകയാണ്. എന്തായിരിക്കും ചോദിക്കുക? നോക്കാം. ആരാ നീ? അപ്പോ ചെടി എന്ത് പറഞ്ഞിരിക്കും? ഞാൻ ചെടി എന്ന് പറഞ്ഞിരിക്കും അല്ലേ? പട്ടവും ചെടിയും തമ്മിൽ പരസ്പരം പരിചയപ്പെടുകയാണ് അല്ലേ ഇവിടെ? പ്രവർത്തനം 3. പട്ടം കണ്ടത്. പടം നോക്കൂ, എഴുതൂ. മക്കളെ, ഇവിടെ ചെയ്യേണ്ടത് പട്ട ആകാശത്തൂടെ പറക്കുകയാണ് അല്ലേ? ആകാശത്തൂടെ പറക്കുമ്പോൾ താഴെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു എന്നാണ് നാം എഴുതേണ്ടത്. എഴുതിയാലോ? മലകൾ കണ്ടു, പൂക്കൾ കണ്ടു, പുഴ കണ്ടു, റോഡ് കണ്ടു, വണ്ടി കണ്ടു. നീയും ചിത്രത്തിലുണ്ട് അല്ലേ മക്കളെ? നമുക്ക് 5 എണ്ണം എഴുതിയാൽ മതി. പ്രവർത്തനം 4. തിന്നാം തിന്നാം. വരച്ചു ചേർക്കൂ. മക്കളെ, ഇവിടെ ഇടത് സൈഡിൽ കുറച്ച് പക്ഷികളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? വലത് സൈഡ് ആ പക്ഷികൾ കഴിക്കുന്ന സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. മക്കൾ ചെയ്യേണ്ടത് ഓരോ പക്ഷികളും കഴിക്കുന്നത് എന്താണോ അതാണ് വരച്ച് ചേർക്കേണ്ടത്. ആദ്യത്തെ പക്ഷി ഏതാ? പൊന്മാനാണ് അല്ലേ? മക്കളെ, പൊന്മാൻ എന്ത് കഴിക്കും? മീന് അല്ലേ? അപ്പോൾ നമുക്ക് മീനിലോട്ട് വരച്ച് ചേർക്കാം. നെക്സ്റ്റ് വരുന്ന ഏതാ? കോഴി. കോഴി എന്ത് കഴിക്കും? പുഴു അല്ലേ? അപ്പോൾ കോഴിയിൽ നിന്ന് പുഴുവിലോട്ട് നമുക്ക് വരച്ച് ചേർക്കാം. നെക്സ്റ്റ് വരുന്ന ഏതാ? തത്ത. തത്ത എന്ത് കഴിക്കും മക്കളെ? പഴം കഴിക്കും അല്ലേ? അപ്പം തത്തയിൽ നിന്ന് പഴത്തിലോട്ട് വരച്ച് ചേർക്കാം. അവസാനം വരുന്നത് തേൻകുരുവിയാണ് അല്ലേ? തേൻകുരുവി എന്താ കഴിക്കുന്നത്? പൂവിലെ തേന് അല്ലേ? അപ്പം നമുക്ക് പൂവിലോട്ട് വരച്ച് ചേർക്കാം. മക്കളെ, ഇതിൽ തന്നെ വരുന്ന ഒരു പ്രവർത്തനമാണ്. നോക്കൂ. കണ്ടെത്തൂ, വട്ടം വരയ്ക്കൂ. ഇവിടെ 3 കിളികൾ തന്നിട്ടുണ്ട് അല്ലേ? മൂങ്ങ തന്നിട്ടുണ്ട്, കൊക്ക് തന്നിട്ടുണ്ട്, പിന്നെ പൊന്മാൻ തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അതിനെക്കുറിച്ച് എന്തോ എഴുതിയിട്ടുണ്ട്. നോക്കാം, എഴുതിയിരിക്കുന്നത് വായിക്കാം ആദ്യം. നീണ്ട കഴുത്ത്. പക്ഷികളിൽ നീണ്ട കഴുത്തുള്ളത് ഏതെന്ന് കണ്ടെത്തണം. നീണ്ട കാല് ഉള്ളതും കണ്ടെത്തണം. മീൻ തിന്നും. മീന് കഴിക്കും അല്ലേ? വെളുത്ത നിറം. ഈ സവിശേഷതകളെല്ലാം ഉള്ളത് ഏതാ? കൊക്ക്. അപ്പം അത് നമ്മൾ കണ്ടെത്തി എന്ത് ചെയ്യണം? അതിന് ചുറ്റും വട്ടം വരയ്ക്കണം. പ്രവർത്തനം 5. പൂവിലെത്തുന്നവർ. വരച്ച് ചേർക്കൂ. മക്കളെ, ഇവിടെ ഒരു പൂവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ചുറ്റും കുറച്ച് ജീവികളും തന്നിട്ടുണ്ട് അല്ലേ? അവയുടെ പേരും അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന ജീവികളെ കണ്ടെത്തി പൂവിലോട്ട് വരച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. നമുക്ക് ആദ്യത്തെ നോക്കാം. തേനീച്ച അല്ലേ? തേനീച്ച പൂവിൽ നിന്ന് തേൻ കുടിക്കുമോ? കുടിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? വരച്ച് യോജിപ്പിക്കുക. താറാവ് പൂവിൽ നിന്ന് തേൻ കുടിക്കുമോ? ഇല്ല. അപ്പോൾ അത് വരച്ച് യോജിപ്പിക്കേണ്ട. വണ്ട് കുടിക്കുമോ മക്കളെ? വണ്ട് പൂവിൽ നിന്ന് തേൻ കുടിക്കും അല്ലേ? അപ്പോൾ അതും വരച്ച് യോജിപ്പിക്കുക. ഉറുമ്പ് കുടിക്കുമോ? ഉറുമ്പും പൂവിൽ നിന്ന് തേൻ കുടിക്കുക. അപ്പോൾ ഉറുമ്പിനെയും പൂവിലോട്ട് വരച്ച് യോജിപ്പിക്കുക. മൂങ്ങ കുടിക്കുമോ? ഇല്ല. അപ്പോൾ അത് വേണ്ട. തേൻകുരുവി പൂവിൽ നിന്ന് തേൻ കുടിക്കുമോ? കുടിക്കും അല്ലേ? അപ്പോൾ തേൻകുരുവിയെ പൂവിലോട്ട് വരച്ച് യോജിപ്പിക്കുക. പൂമ്പാറ്റ കുടിക്കുമോ മക്കളെ? കുടിക്കും അല്ലേ? അതും പൂവിലോട്ട് വരച്ച് യോജിപ്പിക്കുക. കോഴി പൂവിൽ നിന്ന് തേൻ കുടിക്കുമോ? ഇല്ല അല്ലേ? മക്കളെ, ഇതോടുകൂടി ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.